ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട പ്രിന്റിംഗ് മേഖല സംരക്ഷിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. മുൻ മുഖ്യമന്ത്രി VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് തീരാ നഷ്ടമെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി. സാധാരണക്കാർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് IOC OICC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരി. ഗതാഗതത്തിനൊരുങ്ങി നല്ലൂരങ്ങാടി മൃഗാശുപത്രി റോഡ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചെറുകിട പ്രിന്റിംഗ് മേഖല സംരക്ഷിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് ജില്ലാ സമ്മേളനം വേദി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് Y വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുദിനം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിന്റിംഗ് മേഖലയിലെ ചെറുകിട സംരംഭകർക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഡിജിറ്റൽ മെഷീനറികൾ വാങ്ങാൻ പറ്റാത്ത സാമ്പത്തിക സ്ഥിതിയാണുള്ളതെന്നും ഇത് പരിഹരിക്കുന്നതിന് വ്യവസായ വകുപ്പും സർക്കാരും ഇടപെട്ട് ചെറുകിട സംരംഭകർക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കിയതാണ്. പക്ഷേ സംഘടന വളർന്ന് മുന്നോട്ട് പോയി. അത് പരമ്യത്തിലെത്തിയത് 2005 ഞാൻ ജനറൽ സെക്രട്ടറി ആവുന്നു. ബാലമാസ്റ്റർ പ്രസിഡൻ്റായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ബാലമാസ്റ്റർ ആണ് എൻ്റെ പ്രസിഡൻ്റായിരുന്നത്. അത് കുറേ പോയപ്പോൾ 2006 ബാലമാസ്റ്റർ മരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഹസൈനാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി K രമേശ് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് S ഉമേദ് കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KC കൃഷ്ണൻകുട്ടി, TT ഉമ്മർ, സംസ്ഥാന സെക്രട്ടറി MS വികാസ്, KPA, കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. 2025-27 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളായി S ഉമേദ് കുമാർ, രമേശ് K, ഉണ്ണികൃഷ്ണൻ PA, ജില്ലാ വനിതാ വിംഗ് ഭാരവാഹികളായി രാധ PS, സെലിയ അജിത്, രമണി വികാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി T സുരേന്ദ്രൻ, ജില്ലാ ഭാരവാഹികളായ P മോഹനൻ, K സോമൻ, സുരേഷ് K, രവീന്ദ്രൻ, C പ്രശാന്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പുഷ്പരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മുഖ്യമന്ത്രി VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് തീരാ നഷ്ടമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് C ചാക്കുണ്ണി. VSന്റെ നിര്യാണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് തീരാ നഷ്ടമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി പ്രസ്താവിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വിവിധ സംഘടനകളുടെ പേരിലും നിരവധി നിവേദനങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ച സന്ദർഭങ്ങൾ ഷെവലിയാർ ചാക്കുണ്ണി സ്മരിക്കുകയും നിവേദന ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. VSന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാധാരണക്കാർക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് IOC OICC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിയിൽ. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്കും സമൂഹത്തിനും വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് IOC OICC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിയിൽ പറഞ്ഞു. ഇൻകാസ് ഷാർജ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ 2ാമത് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണാധികാരികൾ എങ്ങനെ സമൂഹത്തെ കാണണമെന്നും അദ്ദേഹം പഠിപ്പിച്ചുവെന്നും മഹാദേവൻ പറഞ്ഞു.
ഇൻകാസ് ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് രഞ്ജൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി VM ചന്ദ്രൻ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര, ശ്രീ പ്രകാശ്, ഷാജി ജോൺ, SM ജാബിർ, അഡ്വക്കേറ്റ് YA റഹീം, ജിബി ബേബി, അനു താജ്, P ഷിജിലാൽ, മുജീബ് റഹ്മാൻ, പുന്നക്കൻ മുഹമ്മദ് അലി, K അബ്ദുറഹ്മാൻ മാസ്റ്റർ, പ്രജീഷ് ബാലുശ്ശേരി, നൌഷാദ് മന്തങ്കാവ്, PU മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി നവാസ് തേക്കട സ്വാഗതവും ട്രഷറർ റോയ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നല്ലൂരങ്ങാടി മൃഗാശുപത്രി റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച നല്ലൂരങ്ങാടി മൃഗാശുപത്രി റോഡ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന ശരിയായ നിർദ്ദേശങ്ങൾ ഒരു നാടിന് ഗുണകരമാണെങ്കിൽ അത് UDF ആണോ BJP ആണോ LDF ആണോ എന്ന് നോക്കാതെ നിലപാട് സ്വീകരിക്കും എന്നുള്ള നിങ്ങളോട് തുറന്നു പറഞ്ഞ വാക്ക് ഏറെക്കുറെ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ സഹകരണത്താൽ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമുണ്ട്. തിരക്കേറിയ എല്ലാ പ്രധാന റോഡുകളും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പരമാവധി വീതി കൂട്ടി നവീകരിച്ച് വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് VMNBC. ഒരു 5-8 കൊല്ലത്തേക്ക് VMNBC റോഡുകൾ മറ്റ് തകരാറുകൾ ഉണ്ടാവില്ല. നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ റോഡുകൾ VMNBC റോഡായി മാറി. നഗരസഭാ അധ്യക്ഷൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചെയർമാൻ T രാധാഗോപി, കൗൺസിലർമാരായ P ബിജീഷ്, N പ്രജില, C പ്രതീശൻ, PL ബിന്ദു, M വിജയൻ, V പ്രശാന്തൻ, KT മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ചെറുവണ്ണൂർ VHSSലെ ഓർമ്മച്ചെപ്പ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 10ാം വാർഷികം സ്കൂളിൽ നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1983-84 അധ്യയന വർഷം SSLC പൂർത്തിയാക്കിയ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പിന്റെ 10ാം വാർഷികാഘോഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും അധികം ആയുർദൈർഘ്യ ശരാശരിയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു വേൾഡ് ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാൻ ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4 ദിവസം അവിടെ താമസിക്കുന്നതിൻ്റെ ഭാഗമായി ഹെൽത്ത് ക്ലബിൽ രാവിലെ പോയപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് നല്ല പ്രായമുള്ള 1-2 പേർ അവിടെ വ്യായാമം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനതൊരു വലിയ അത്ഭുതത്തോടെ കണ്ടു. 2ാമത്തെ ദിവസം അവർ വ്യായാമം ചെയ്യാൻ വന്നു.
അപ്പോൾ അന്നും വ്യായാമം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൊരാളോട് പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. വയസ്സ് ചോദിച്ചപ്പോൾ 80-ന്റെ മുകളിലാണ് വയസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രായമുള്ളവർ ജിംനേഷ്യത്തിലൊക്കെ വന്ന് എക്സർസൈസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രായമല്ല, ഇതിലും വലിയ പ്രായമുള്ളവർ സ്ഥിരമായി ഹെൽത്ത് ക്ലബ്ബിൽ വരാറുണ്ട്. നിങ്ങൾ നാളെ ഇവിടെ വന്നാൽ എന്നേക്കാൾ പ്രായമുള്ള 2-3 പേരെ കൂടി കാണാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനവിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ 2-3 പേർ, ചെറിയ എക്സസൈസ് ഒന്നുമല്ല ചെയ്യുന്നത്, വെയിറ്റ് ട്രെയിനിങ് ഉൾപ്പെടെ ചെറുതായിട്ട് ചെയ്യുകയാണ്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർക്കും ഓർമ്മച്ചെപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. A. മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഇല്യാസ്, C. മുജീബ് റഹ്മാൻ, കൂട്ടായ്മ സെക്രട്ടറി T. ഗോപിനാഥൻ, ട്രഷറർ VP മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഹ്ഫിലിന് E. ഫസൽ റഹ്മാൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്ട് അക്കാദമി കരാട്ടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ കരാട്ടെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് ടൂർണമെന്റ് നടത്തിയത്. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി കോഴിക്കോട് ജില്ലയിലുള്ള കരാട്ടെ ക്ലാസ്സിലെ കുട്ടികളുടെ ടൂർണമെന്റ് ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരവും പ്രോ ഫൈറ്റും നടത്തി. ഓവറോൾ കിരീടം വെസ്റ്റ് ഹിൽ ഡോജോ നിലനിർത്തി റണ്ണറപ്പായി. ചാത്തമംഗലം ഡോജോയും വിജയിച്ചു. വിജയിച്ചവർക്കുള്ള ട്രോഫി റൺഷി രാകേഷും റൺഷി ജയരാജ്, സെൻസായ് ദിൽജിത്ത്, കബീർ സലാല, പ്രസന്ന ടീച്ചർ, നാസർ എന്നിവർ നൽകി. അഞ്ജന ദിൽജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചാലപ്പുറം ഡോക്ടർ ബഡ്ഡീസ് ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ചാലപ്പുറം ഡോക്ടർ ബഡ്ഡീസ് ഹെൽത്ത് ഹബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം രോഗികൾ പങ്കെടുത്തു. ഡോക്ടർമാരായ ബേബി ജോസഫ്, സുനിൽ ലാൽ, ജസീർ, ദൃശ്യ എന്നിവർ രോഗികളെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഫൈബ്രോ സ്കാൻ, ബ്ലഡ് ഷുഗർ, ലങ് ടെസ്റ്റ്, നെർവ് ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ്, ബോൺ മിനറൽ ഡെൻസിറ്റി എന്നീ ടെസ്റ്റുകളാണ് സൗജന്യമായി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട പ്രിന്റിംഗ് മേഖല സംരക്ഷിക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ.
മുൻ മുഖ്യമന്ത്രി VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് തീരാ നഷ്ടമെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി. സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് IOC OICC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരി. ഗതാഗതത്തിനൊരുങ്ങി നല്ലൂരങ്ങാടി മൃഗാശുപത്രി റോഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.